നോമ്പിൻ്റെ വിശുദ്ധ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യ ദിവസങ്ങളാണ് നോമ്പുകാലം. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വയ്ക്കുന്നത് പോലെ, ദൈവമേ, നീ ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു, അങ്ങയിൽ എത്തിച്ചേരുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. അസ്വസ്ഥത നിറഞ്ഞ ഒരു ലോകത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം ഞാൻ എടുക്കുന്ന നിലപാടുകളും എൻ്റെ ആഗ്രഹങ്ങളും ഒരുപക്ഷെ എൻ്റെ അത്യാഗ്രഹങ്ങളുമൊക്കെ ആകാം. ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളും അത്യാവശ്യമായ കാര്യങ്ങളും അനാവശ്യമായ കാര്യങ്ങളും ഏതെന്ന് തിരിച്ചറിഞ്ഞ് വിവേകത്തോടു കൂടി ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുവാനും നല്ല നിലപാടുകൾ ജീവിതത്തിൽ എടുക്കുവാനും പറുദീസ എന്ന യാഥാർത്ഥ്യത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനുമൊക്കെ നാം പ്രത്യേകമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ നോമ്പുകാലം. നമ്മൾ പ്രധാന സ്ഥലങ്ങളിലും കടകളിലുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ കാണുന്നൊരു ബോർഡുണ്ട്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നുള്ളത്. ഈ ലോകത്തിന് മുമ്പിൽ പലതും മറച്ചു വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിലും ദൈവത്തിൻ്റെ ക്യാമറ നിരീക്ഷണത്തിൽ ദൈവം എല്ലാം കാണുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ നാം മറന്നു പോകുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ച ആദ്യ മാതാപിതാക്കൾ ദൈവത്തിന് മുമ്പിൽ തിന്മ പ്രവർത്തിച്ചപ്പോൾ ദൈവം കാണാതിരിക്കുവാനായിട്ട് മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ചിരുന്നു. ദൈവം അവരെ കണ്ടെത്തി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പറുദീസ നഷ്ടപ്പെട്ട ആദ്യ മാതാപിതാക്കൾ ഭൂമിയിൽ കഷ്ടതയുടെ യാതനയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ, സ്നേഹമുള്ളവരെ, പറുദീസ എന്ന യാഥാർത്ഥ്യത്തെ ലക്ഷ്യമാക്കി മുന്നേറും നമ്മെ സംബന്ധിച്ചും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഒരുങ്ങുവാനായിട്ട് നമ്മയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ നോമ്പുകാലം. അത് ഏറ്റവും ഫലദായമായി ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനും നോമ്പിൻ്റെ ഓരോ ദിനങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഈശോ പറയുന്നത് പോലെ വചനത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഏറ്റവും ഫലദായകമായിട്ടുള്ള ഒരു ജീവിത അനുഭവത്തിലേക്ക് പ്രവേശിച്ച് ഈ നോമ്പുകാലം പൂർത്തീകരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്ന ഈ നിമിഷം ഈശോയുടെ സഹനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സഹനങ്ങൾ ഏറ്റെടുക്കുവാനും അവർ നൽകുന്ന പറുദീസ എന്ന യാഥാർത്ഥ്യത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും പ്രത്യേകമായിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത് പോലെ, ത്യാഗപൂർണമായ ഉപവാസത്തിലൂടെ, പാവങ്ങളെ സഹായിക്കുന്നതിലൂടെ, ദാനധർമ്മത്തിൽ വിശ്വസ്തരായി ജീവിക്കുന്നതിലൂടെ, സുവിശേഷ പ്രഘോഷകരായി വളരുന്നതിലൂടെ, സഹനങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിലൂടെ, അലസതയെ കൈവെടിയുന്നതിലൂടെ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള വളരുന്നതിലൂടെയൊക്കെ നമുക്കും ഈ പറുദീസ എന്ന യാഥാർത്ഥ്യത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം ഏറ്റവും വിശ്വസ്തരായി ജീവിച്ചുകൊണ്ട് ഏറ്റവും ഫലദായമായി ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്കും പറുദീസ ലക്ഷ്യമാക്കി മുന്നേറുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.